ചരിത്രത്തിൽ ആദ്യമായി സെൻസെക്സ് 3090, നിഫ്റ്റി 966 പോയിന്റും ഇറങ്ങി. ഓഹരി കമ്പോളം 45 നിമിഷത്തേക്ക് നിർത്തിവെച്ചു. എന്താണ് നിഫ്റ്റി? എന്താണ് സെൻസെക്സ്? എന്താണ് ഓഹരി കമ്പോളം? കോടികളുടെ കഥ പറയുന്ന ഓഹരി കമ്പോളത്തിലേക്ക് എങ്ങനെയാണ് സാധാരണക്കാർ പ്രവേശിക്കുക? BSEയും സെൻസെക്സും മാറി മറിയുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പേജസ് അക്കാഡമിയുടെ മണി വിൻഡോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഹരി കമ്പോളത്തെക്കുറിച്ച് BSE, സെൻസെക്സ്, നിഫ്റ്റി എന്നീ വാക്കുകളെക്കുറിച്ചും ഉള്ള ഒരു ചെറിയ വിശകലനം, അതിനോടൊപ്പം ഒരു ചെറിയ പഠനം, അതാണ് ഇന്ന് പേജസ് അക്കാഡമി നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 50 കമ്പനികളുടെ ഉയർച്ച താഴ്ചകൾ കാണിക്കുന്ന സൂചികയാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൂചികയാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരുപാട് കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് സെലക്ട് ചെയ്ത 50 കമ്പനികൾ, അത് സെലക്ട് ചെയ്യുന്നതിന് ചില രീതികളുണ്ട്, അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു അധ്യായത്തിൽ ചർച്ച ചെയ്യാം. ആ സെലക്ട് ചെയ്ത 50 കമ്പനികളുടെ നിലവാരത്തെ, അവ വളരുന്നുണ്ടോ, അത് താഴേക്കാണോ പോകുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നതിനെയാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചികയെ ആണ് നമ്മൾ സെൻസെക്സ് എന്ന് പറയുന്നത്. അതിലും നമ്മൾ കൃത്യമായിട്ടുള്ള 30 കമ്പനികൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ 30 കമ്പനികളുടെ ഊർജ്ജ താഴ്ചകൾ നോക്കിയാണ് നമ്മൾ BSE ഉയർന്നു താഴ്ന്നു എന്നെല്ലാം പറയുന്നത്. ഈ 2 ഓഹരി സൂചികകളും നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തായി നമ്മൾ പോകുന്നത് എന്താണ് ഓഹരി കമ്പോളം അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു ഇടം, അതാണ് ഷെയർ മാർക്കറ്റുകൾ. നിങ്ങളുടെ കയ്യിലുള്ള ഷെയറുകൾ ക്രയവിക്രയം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്തെയാണ് ഷെയർ മാർക്കറ്റ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു ഇടം, അതാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്താണ് പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ? എങ്ങനെയാണ് ഒരു കമ്പനി പബ്ലിക്കലി ലിസ്റ്റഡായി വരുന്നത്? എങ്ങനെയാണ് ആ കമ്പനിക്ക് ഷെയർ മാർക്കറ്റിൽ ഷെയറുകൾ വിൽക്കാൻ കഴിയുന്നത്? നമുക്ക് നോക്കാം. ഞാനൊരു ഉദാഹരണ സഹിതം വ്യക്തമാക്കാം. എൻ്റെ വീടിൻ്റെ സമീപത്തായി ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റുണ്ട്. നമ്മൾ പല സാധനങ്ങൾ വാങ്ങാൻ അവിടെ പോകുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ പോകുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്, എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന നമ്മുടെ സ്വന്തം ചേട്ടൻ്റെ പേരാണ് മണിച്ചേട്ടൻ. അപ്പോൾ മണിച്ചേട്ടൻ്റെ സൂപ്പർ മാർക്കറ്റ്, മണി സൂപ്പർ മാർക്കറ്റ്, നാൾക്ക് നാൾ കച്ചവടം വർദ്ധിച്ചു വരികയാണ്. എല്ലാവരും അവിടെ പോയി സാധനങ്ങളെല്ലാം വാങ്ങുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ മണിച്ചേട്ടന് തോന്നി, എല്ലാവരും, ഈ പ്രദേശത്തുള്ള എല്ലാവരും എൻ്റെ കടയിൽ നിന്നാണ് സാധനം വാങ്ങുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഈ സൂപ്പർ മാർക്കറ്റ് കുറച്ചുകൂടി വലുതാക്കിക്കൂടാ, കുറച്ചുകൂടി നല്ല രീതിയിൽ എൻ്റെ കച്ചവടം കൊണ്ടുപോയിക്കൂടാ? അപ്പോൾ മണിച്ചേട്ടൻ ആലോചിച്ചു, അതിനെന്താ വഴി? ബാങ്കിൽ പോയൊരു ലോൺ എടുത്താലോ, അല്ലെങ്കിൽ എൻ്റെ കുറച്ച് പരിചയക്കാരുണ്ട്, അവരിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിയാലോ? അങ്ങനെയെല്ലാം ചിന്തിച്ചു. പക്ഷേ അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ നടത്തുന്ന ഒരു ബിസിനസ്സാണ്, ഞാൻ നടത്തുന്ന ഒരു വ്യവസായമാണ്. എപ്പോൾ വേണമെങ്കിലും ലാഭത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അങ്ങനെ ലാഭത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ ഞാൻ വാങ്ങിയ പണം എൻ്റെ സുഹൃത്തുക്കൾക്ക് എനിക്ക് കൃത്യസമയത്ത് നൽകാൻ കഴിയുമോ? അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഞാനൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ കൃത്യസമയത്ത് എനിക്ക് ആ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയുമോ? അങ്ങനെ മണിച്ചേട്ടൻ ആലോചിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ മണിച്ചേട്ടൻ ഒരു ഐഡിയ കണ്ടെത്തി, എൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ കുറച്ച് ഷെയറുകൾ ഇഷ്യൂ ചെയ്താലോ? അങ്ങനെ മണിച്ചേട്ടൻ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചു. അതിനായി മണിച്ചേട്ടൻ ആദ്യം തൻ്റെ സൂപ്പർ മാർക്കറ്റിന് ഇപ്പോൾ എത്ര രൂപയുടെ വാല്യൂ ഉണ്ട് എന്ന് തിരക്കി നോക്കി. എല്ലാം കൂടി കൂട്ടി നോക്കിയപ്പോൾ ഒരു 10 ലക്ഷം രൂപയുണ്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ ബിൽഡിംഗ്, അതുപോലെ തന്നെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, അതിനകത്തുള്ള സാധനങ്ങൾ എല്ലാം കൂടി നോക്കിയപ്പോൾ 10 ലക്ഷം രൂപ. ഇത് ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്. 10 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്. അങ്ങനെ മണിച്ചേട്ടൻ തൻ്റെ സൂപ്പർ മാർക്കറ്റിനെ 10 ഷെയറുകളായി വിഭജിച്ചു. എൻ്റെ കയ്യിലെ 10 വിരലുകളാണ് മണിച്ചേട്ടൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ 10 ഷെയറുകൾ. 10 ലക്ഷം രൂപ വാല്യൂ ഉള്ള മണിച്ചേട്ടൻ്റെ സൂപ്പർ മാർക്കറ്റ് മണിച്ചേട്ടൻ 10 ഷെയറുകളായി വിഭജിച്ചു. ഇനി മണിച്ചേട്ടന് തൻ്റെ ഷെയറുകളെ ഷെയർ മാർക്കറ്റിൽ എത്തിക്കണം. അതിനായി മണിച്ചേട്ടൻ തൻ്റെ സൂപ്പർ മാർക്കറ്റിനെ ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാക്കി മാറ്റി. അതിന് ചില പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സിലൂടെ പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാക്കി മാറ്റി. അതിനുശേഷം IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന പ്രക്രിയയിലൂടെ തൻ്റെ ഷെയറുകളെ ഷെയർ മാർക്കറ്റിലേക്ക് എത്തിച്ചു. അപ്പോൾ
ഞാനും എൻ്റെ വീടിന് സമീപത്തിനുള്ള ആൾക്കാർ, അതുപോലെ മറ്റ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ഷെയറുകൾ വാങ്ങുകയും വിൽക്കുന്നവരും എല്ലാവരും മണിച്ചേട്ടൻ്റെ സൂപ്പർ മാർക്കറ്റിനെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ മണിച്ചേട്ടൻ്റെ സൂപ്പർ മാർക്കറ്റ് കൊള്ളാം, ആ ഏരിയയിൽ മണിച്ചേട്ടൻ്റെ സൂപ്പർ മാർക്കറ്റേ ഉള്ളൂ, അതുപോലെ നാൾക്ക് നാൾ പുരോഗതിയിലേക്ക് കൊണ്ടുവരികയാണ്. മണിച്ചേട്ടൻ നല്ല ഐഡിയ ഉള്ള വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ മണിച്ചേട്ടൻ്റെ ബിസിനസ് വളരും എന്നറിയും. അങ്ങനെ എല്ലാവരും ഷെയർ മാർക്കറ്റിൽ വന്ന് മണിച്ചേട്ടൻ്റെ ഷെയറുകൾ വാങ്ങാൻ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് ആളുകൾ വരാം. ഈ ഒരുപാട് ആളുകൾ വന്നാൽ മണിച്ചേട്ടൻ്റെ 10 ലക്ഷം രൂപയുടെ ഷെയർ എങ്ങനെ വാങ്ങും എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം. അതിനും വ്യക്തമായ പ്രോസസ്സ് നമ്മുടെ മാർക്കറ്റിലുണ്ട്. ആ പ്രോസസ്സിലൂടെ മാത്രമേ ഷെയർ കിട്ടുകയുള്ളൂ. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം. അങ്ങനെ മണിച്ചേട്ടൻ ഷെയർ മാർക്കറ്റിലേക്ക് തൻ്റെ ഷെയറുകൾ എത്തിച്ചു. ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക. ഷെയർ മാർക്കറ്റിൽ മണിച്ചേട്ടൻ്റെ ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മണിച്ചേട്ടൻ ഷെയറുകൾ വിറ്റു, അതിൻ്റെ പണം കിട്ടി. ആ പണം കൊണ്ട് മണിച്ചേട്ടൻ തൻ്റെ ബിസിനസ് കൂടുതൽ വിപുലപ്പെടുത്തി. ഇത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിലേക്ക് ഷെയറുകൾ എത്തപ്പെടുന്നു എന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഷെയർ വാങ്ങുകയും വിൽക്കുകയും വേണം. അതിനെന്തെങ്കിലും ഒരു പ്രോസസ്സ് കാണില്ലേ? സാധാരണക്കാർ എങ്ങനെയാണ് ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും? സാധാരണക്കാർ മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്, അതേപോലെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുണ്ട്. പിന്നെ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഒരു വേർഡായിരിക്കും മ്യൂച്വൽ ഫണ്ടുകൾ. ഇങ്ങനെയെല്ലാം ഉണ്ട്. ഇവർക്കെല്ലാം ഇവിടെ നിന്ന് ഷെയർ വാങ്ങാൻ പറ്റും. ഇവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഷെയർ വാങ്ങാൻ പറ്റും. ആ വാങ്ങിയ ഷെയറുകൾ വിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രോസസ്സ് കാണും. അത് എന്താണെന്നുള്ളതാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മണിച്ചേട്ടൻ്റെ ഷെയർ മേടിക്കാൻ, അല്ലെങ്കിൽ മണിച്ചേട്ടനെ പോലെയുള്ള മറ്റ് കമ്പനികളുടെ ഷെയറുകൾ മേടിക്കാൻ വേണ്ടി ഷെയർ മാർക്കറ്റിലേക്ക് എത്തപ്പെടുകയാണ്. അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ മണിച്ചേട്ടൻ്റെ കച്ചവടം പുരോഗമിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല അവെയറുണ്ട്. ആ പുരോഗമിക്കുന്നത് കൊണ്ട് തന്നെ മണിച്ചേട്ടൻ്റെ ഷെയറുകൾ വാങ്ങിയാൽ എനിക്ക് ലാഭമുണ്ടാവും. അപ്പം നിങ്ങൾ ചോദിക്കും, മണിച്ചേട്ടൻ്റെ ബിസിനസ്സിന് പുരോഗതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണോ ഷെയറിൻ്റെ വില കൂടുന്നത്? അല്ലെങ്കിൽ ഷെയറിൻ്റെ വില എങ്ങനെയാണ് കൂടുന്നത്? ഒരു ബിസിനസ്സിൻ്റെ പുരോഗതിയെ ആശ്രയിച്ച് മാത്രമായിരിക്കുമോ ഷെയറിൻ്റെ വില കൂടുന്നത്? ഒരിക്കലുമല്ല. ഷെയറിൻ്റെ വില ഒരിക്കലും കൂടുന്നത് ഒരു ബിസിനസ്സിൻ്റെ പുരോഗതിയെ മാത്രം ആശ്രയിച്ചു കൊണ്ടതല്ല. ഷെയറിൻ്റെ വില കൂടുന്നതിൻ്റെ ഒരു കാരണം മാത്രമാണ് ബിസിനസ്സിൻ്റെ പുരോഗതി. കൂടാതെ ചില മാർക്കറ്റിലെ മറ്റു ചില സെൻറ്റിമെൻ്റൽ ഫാക്ടേഴ്സ് കൂടി ഉണ്ട്. ഉദാഹരണത്തിന് മണിച്ചേട്ടൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടി നേരെ ചെന്നൈയിലേക്ക് പോവുകയാണ്. ചെന്നൈയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങണമെന്ന് തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർ വിചാരിക്കുന്നു നമുക്ക് ബാംഗ്ലൂർ കൂടി ഒരു ബ്രാഞ്ച് തുടങ്ങാം. അപ്പം മണിച്ചേട്ടൻ ചെന്നൈയിൽ ബാംഗ്ലൂരൊക്കെ പോയെന്ന് വിപണിയിലുള്ള, അതായത് മാർക്കറ്റിലുള്ള ഞാനും എൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരും അറിയുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു മണിച്ചേട്ടൻ ഈ ഇടങ്ങളിലൊക്കെ പോകുന്നു. അപ്പോൾ മണിച്ചേട്ടൻ്റെ അതിനനുസരിച്ചുള്ള ക്യാഷുണ്ട്, മണിച്ചേട്ടൻ്റെ ബിസിനസ് അതിനനുസരിച്ച് പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മണിച്ചേട്ടൻ്റെ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഭാവിയിൽ ഒരു ലാഭമുണ്ടാകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? മണിച്ചേട്ടൻ്റെ ഷെയറുകൾ വാങ്ങുന്നു. അപ്പോൾ മണിച്ചേട്ടൻ ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കുമെല്ലാം തൻ്റെ വ്യവസായം വ്യാപിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതേപോലെ മറ്റൊരു സൂപ്പർ മാർക്കറ്റ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ സ്വാഭാവികമായി ആലോചിക്കും, മറ്റൊരു സൂപ്പർ മാർക്കറ്റ് കൂടി വരുന്നു. അപ്പോൾ മണിച്ചേട്ടനൊരു മത്സരമാകുമല്ലോ. സ്വാഭാവികമായും മണിച്ചേട്ടൻ ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നം മറ്റൊരു സൂപ്പർ മാർക്കറ്റ് വിൽക്കുമല്ലോ. സ്വാഭാവികമായിട്ടും മണിച്ചേട്ടൻ്റെ ലാഭം കുറയില്ലേ? അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കയ്യിലിരിക്കുന്ന ഷെയറുകൾ വിൽക്കാൻ പോകും. അങ്ങനെ എന്നെപ്പോലെ എൻ്റെ ചുറ്റിലുമുള്ള എല്ലാവരും വിൽക്കാൻ പോകും. സ്വാഭാവികമായും ആ ഷെയറിൻ്റെ വാല്യൂ കുറയും. ഇങ്ങനെയാണ് ഷെയറിൻ്റെ വാല്യൂ കുറയുകയും കൂടുകയും ചെയ്യുന്നത്. ഞാൻ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതേപോലെ നിരവധി ഉദാഹരണങ്ങൾ ഉണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം? നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു ബാങ്കിലേക്ക് പോകുന്നു, നമ്മുടെ KYC കൊടുക്കുന്നു, അവർ നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരുന്നു. അതിന് ബാങ്കിൻ്റെതായ ചില പ്രോസസ്സുകളുണ്ട്. അതുപോലെ തന്നെയാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വേണം, ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്? ഷെയർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനുള്ള ഒരു അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. നമുക്ക് ഒരു സേവിങ് അക്കൗണ്ട് ഉണ്ട്. ആ സേവിങ്സ് അക്കൗണ്ടുമായിട്ട് നമ്മൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിനെ ബന്ധിപ്പിക്കുന്നു. സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ നമ്മുടെ ഫണ്ട്, അതായത് ക്യാഷ്, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അതിനുശേഷം നമ്മൾ ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. ഈ വാങ്ങിയ ഷെയറുകൾ ഇലക്ട്രോണിക് ഫോമിൽ ശേഖരിച്ച് വയ്ക്കുന്ന അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ വാങ്ങുകയും
വിൽക്കുകയും ചെയ്യുന്നു ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ. അങ്ങനെ അതിൽ നിന്ന് വാങ്ങിയ ഷെയർ നമ്മൾ ശേഖരിച്ച് വയ്ക്കുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ന് പറയുന്ന ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ഫോമിലുള്ള ഷെയറുകളെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്ന അക്കൗണ്ടിനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് വേണം, ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം, ഒരു സാധാരണ സേവിങ്സ് അക്കൗണ്ട് വേണം. സേവിങ്സ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട്, ഇതിന് നമ്മൾ 3-in-1 അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട്. സാധാരണ ബാങ്കുകളെല്ലാം ഇപ്പോൾ 3-in-1 അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ മറ്റു തരത്തിലുള്ള സ്ഥാപനങ്ങളും ഉണ്ട് 3-in അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന. നമുക്ക് സ്വാഭാവികമായും ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ 2-in അക്കൗണ്ട് എന്ന് പറഞ്ഞും ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം. ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ടിനെയാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന. ഇലക്ട്രോണിക് ഫോമിൽ നമ്മുടെ ഷെയറുകൾ സൂക്ഷിച്ചു വയ്ക്കാൻ. പണ്ടുകാലങ്ങളിൽ പേപ്പർ ഷെയറുകളായിരുന്നു. നമ്മൾ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ അടുത്തേക്ക് പോയി എനിക്ക് ഇന്ന ഷെയർ വാങ്ങണമെന്ന് പറയുന്നു, ആ ഷെയർ വാങ്ങുന്നു. അതൊരു പേപ്പർ ഷെയർ ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പേപ്പർ ഷെയറുകൾ നമ്മുടെ കൈവശം വയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നതിനുമുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇലക്ട്രോണിക് ഫോമിലായപ്പോൾ അത് കൂടുതൽ സൗകര്യപ്രദമായി. ഇങ്ങനെയാണ് നമ്മൾ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും എല്ലാം ചെയ്യുന്നത്.